നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിഷൻ 2030 വികസന സെമിനാറും റിപ്പോർട്ട് പ്രകാശനവും തൊടുപുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ 5 വർഷത്തേക്ക് റിലയൻസിന് കൈമാറിയതിൽ പ്രതിഷേധിച്ച് KSEB സ്റ്റാഫ് അസോസിയേഷനും വർക്കേഴ്സ് അസോസിയേഷനും തൊടുപുഴ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള NGO അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ച് ഉദ്ഘാടനം നടന്നു. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലിയിൽ ലോഡ്ജ് വാടകയ്ക്കെടുത്ത് നടത്തുന്ന ആൾ ഉൾപ്പെടെ 3 പേരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൊലപാതകം മോഷണ ശ്രമത്തിനിടെയെന്ന് സംശയം. മൂലമറ്റത്ത് തൈറോയിഡ് രോഗബോധവൽക്കരണവും പരിശീലനവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിഷൻ 2030 വികസന സെമിനാറും റിപ്പോർട്ട് പ്രകാശനവും തൊടുപുഴയിൽ നടന്നു. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സംയുക്ത സഹകരണത്തോടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നടപ്പാക്കുന്ന വികസന പരിപാടിയുടെ ഭാഗമായാണ് കില സെമിനാർ സംഘടിപ്പിച്ചത്. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയാണ് ഒരു 10 മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കിലയുടെ ഈ പദ്ധതി തീർച്ചയായിട്ടും വളരെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കുറേ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാളിത്തമുള്ള ഒരു വികസന പ്രക്രിയ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്ലാനിങ്ങിൽ വലിയ മാറ്റമാണ് അതുവഴി ഉണ്ടായിട്ടുള്ളത്. നിശ്ചിത ശതമാനം 24-25% ഈ ലോക്കൽ ഗവൺമെൻറ്റുകൾക്ക് മാറ്റിവെച്ചു ഉള്ള തീരുമാനം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വളരെ ശക്തിപ്പെടുത്തി CP ഗവൺമെൻറ്റുകൾക്ക് വളരെ സജീവമായ പങ്കാളിത്തം നൽകുന്ന ഒരു പ്ലാനിങ്ങാണെന്നാണ് നമുക്കറിയുന്നത്. ഇവിടെ വിശദാംശങ്ങളിലേക്ക് കില ഡയറക്ടർ PP ബാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം CP ജോൺ വികസന റിപ്പോർട്ട് പ്രകാശനം നിർവഹിച്ചു. കില അസോസിയേറ്റ് പ്രൊഫസർ സണ്ണി ജോർജ്, നിയോജകമണ്ഡലം കോഓർഡിനേറ്റർ അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, മുൻ MPമാരായ അഡ്വക്കേറ്റ് PT തോമസ്, K ഫ്രാൻസിസ് ജോർജ്, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ, സഹകരണ പ്രസ്ഥാന പ്രതിനിധികൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ജൈവ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയും സമ്പൂർണ്ണ ജലസുരക്ഷ, ഊർജ്ജ സുരക്ഷാ മണ്ഡലം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചർച്ചയും നടന്നു. വൈദ്യുതി പോസ്റ്റുകൾ 5 വർഷത്തേക്ക് റിലയൻസിന് കൈമാറിയതിൽ പ്രതിഷേധിച്ച് KSEB സ്റ്റാഫ് അസോസിയേഷനും വർക്കേഴ്സ് അസോസിയേഷനും തൊടുപുഴ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഈ അപേക്ഷയിൽ തീർപ്പുണ്ടാക്കി ഇത് മുഴുവൻ വളരെ കുറഞ്ഞ നിരക്കിൽ നഗരപ്രദേശത്ത് ഏതാണ്ട് ഒരു പോസ്റ്റിന് 1800 രൂപ 50 പൈസയും ഗ്രാമപ്രദേശത്ത് 950 രൂപ നിരക്കിലും ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നതിന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കുഴിച്ചിടുന്നതിന് വേണ്ടിയിട്ട് കലൂർ കടവന്തറ റോഡിൽ ഒരു 1.5 കിലോമീറ്റർ നീളത്തിൽ കുഴി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് അടയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ട പൈസ എന്ന് പറയുന്നത് 1,25,00,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന് ഏതാണ്ട് 8,333 രൂപ 33 പൈസ നിരക്ക് വരും. നമ്മൾ പോസ്റ്റ് വലിച്ചേക്കുന്നത് ആവറേജ് വലിപ്പം നോക്കുകയാണെങ്കിൽ ഒരു 50 മീറ്ററിനുള്ളിൽ ഒരു പോസ്റ്റ് എന്നുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ ഇവർക്ക് വളരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാളും കുറഞ്ഞൊരു നിരക്കിലാണ് കൊടുത്തേക്കുന്നത്. ധർണയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേബിൾ ഓപ്പറേറ്റർമാരും സമരത്തിൽ പങ്കെടുത്തു. 5 വർഷത്തേക്കാണ് റിലയൻസ് ഈ വൈദ്യുതി ബോർഡിന്റെ പോസ്റ്റുകൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പണം മുൻകൂറായിട്ട് വൈദ്യുതി ബോർഡിന് കൊടുത്തിരിക്കുകയാണ്. PWയുടെ റോഡ്
ഇതിനു വേണ്ടി ഹയർ ചെയ്തുകൊണ്ട് പൈപ്പുകൾ നാട്ടി ഇതിൻ്റെ പകുതിയിൽ താഴെ ചെലവിന് വേണമെങ്കിൽ റിലയൻസിന് അവരുടെ കേബിൾ വലിച്ചു കൊണ്ടുപോകാം എന്നിരിക്കെ വൈദ്യുതി ബോർഡിൻ്റെ പോസ്റ്റുകൾ ഇങ്ങനെ 5 വർഷത്തേക്കെടുത്ത് മുൻകൂറായി പണം കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇന്ന് ഈ പോസ്റ്റുകൾ വാടകയ്ക്ക് എടുക്കുകയും നാളുകളിൽ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് അവർ കടന്നു വരികയും പിന്നീട് നമ്മുടെ ജനറേഷൻ ഉൾപ്പെടെ വൈദ്യുതി ബോർഡിൻ്റെ കോടാനുകോടി രൂപയുടെ അസറ്റ് അവരെ കേന്ദ്രത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ നടത്തിയിട്ടുള്ളതുപോലെ ചെറിയ വിലയ്ക്കോ അല്ലെങ്കിൽ ചെറിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിന് തർക്കമില്ല. മാത്രവുമല്ല ഇവർ നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിഴുങ്ങാൻ വേണ്ട പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. വൈദ്യുതി ബോർഡിൻ്റെ പോസ്റ്റുകളിലൂടെ കേബിൾ വലിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവർ 4G എന്നുള്ള പേരിലൊക്കെ പറഞ്ഞ് ഓരോ കേബിൾ TVയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഒക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ മനുഷ്യരെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു കുത്തകയായി മാറും. സിഒഎ ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ പോൾ, ജില്ലാ സെക്രട്ടറി ജിമ്മി ടോം, ജില്ലാ ട്രഷറർ അനീഷ്, മേഖലാ പ്രസിഡന്റ് ബാബു മാത്യു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിനോഷ് കുഴിക്കാട്ട്, ജോസ് കുട്ടി, ഇ.എ. ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഴക്കുളം ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് ഗാന ശുശ്രൂഷ നടന്നു. നിരവധി ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ച് ഉദ്ഘാടനം നടന്നു. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ DCC പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VE അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ഒറ്റ ബ്രാഞ്ച് എന്നുള്ളതിനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ബ്രാഞ്ച് ഒന്നുകൂടി വിഭജിക്കപ്പെടുന്നതായിരിക്കും എന്തുകൊണ്ടും പ്രവർത്തനത്തിന് അനുയോജ്യം എന്ന് ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പുതുതായിട്ട് ഈസ്റ്റും വെസ്റ്റുമായിട്ട് 2 ബ്രാഞ്ച് കമ്മിറ്റികളാക്കാൻ തീരുമാനിച്ചത്. ഒരു സംശയം വേണ്ട, അത് എന്തുകൊണ്ടും പാർട്ടിയുടെ നിലപാടുകളൊന്നും സ്വീകരിക്കാറുണ്ട്. ഞങ്ങൾ പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി തന്നെ 2 മണ്ഡല കമ്മിറ്റി ആക്കാറുണ്ട്. സംഘടനാപരമായ പ്രവർത്തനത്തിന്റെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും ആ നിലപാട് സ്വീകരിക്കാറുണ്ട്. കാരണം പ്രവർത്തന സൗകര്യത്തിന്റെ ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടികളൊന്നും ചെയ്യാറുണ്ട്, നമ്മുടെ സർവീസ് സംഘടനകളൊക്കെ അങ്ങനെ ചെയ്യാം. തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. പാർട്ടിക്ക് ചിലപ്പോ അങ്ങനെ തീരുമാനമെടുത്ത് തെറ്റായി പോയെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തിയിട്ടു. ജില്ലയിലെ ചില മണ്ഡല കമ്മിറ്റികളെ വിഭജിച്ചത് വീണ്ടും തിരിച്ച് ഒന്നാക്കിയിട്ടുണ്ട്. ഇവിടെ മാറ്റിവെക്കൊണ്ടിരിക്കുന്നത് നിങ്ങളത് പാർട്ടി മണ്ഡല കമ്മിറ്റി നേരത്തെ ഒന്നായിരുന്നത് പി.ടി. തോമസ് DC പ്രസിഡന്റ് ആയിരുന്നത് ഞങ്ങൾ 2 നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. വീണ്ടും ഞങ്ങൾ ഒന്നാണ്. അപ്പോ അവിടെ ഒരു മണ്ഡലത്തിൽ ഒന്നും നടക്കില്ല, ഒരു സ്ഥലത്ത് ഒന്നും നടക്കില്ല. അത് പാർട്ടിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നാട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെ കുഴപ്പമാണ്.
അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടാതല മോഹനൻ ബ്രാഞ്ച് തല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV മുരളി മുഖ്യ പ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ, DCC ജനറൽ സെക്രട്ടറി ജോൺ നെടിയപാല, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MD അർജുനൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PS സെബാസ്റ്റ്യൻ, KA മാത്യു, റോയി ജോർജ്, KP വിനോദ്, ബ്രാഞ്ച് പ്രസിഡന്റ് വിൽസന്റ് തോമസ്, ബ്രാഞ്ച് സെക്രട്ടറി UM ഷാജി, ജില്ലാ സെക്രട്ടറി M ഉദയസൂര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുഴച്ചിലിലെ നേട്ടങ്ങളുമായി എത്തിയ സഹോദരിമാരെ ജന്മനാട് വരവേറ്റു. ദേശീയ ഗെയിംസിൽ മെഡലുകൾ തുഴഞ്ഞു നേടിയ മേലേച്ചിന്നാർ കുമ്പളാട്ടുകുന്നൽ പരേതനായ കുര്യന്റെയും ഉഷിയുടെയും മക്കളായ താര കുര്യനെയും ചിപ്പി കുര്യനെയും അഭിനന്ദിക്കാൻ എത്തുന്നവരുടെ തിരക്കിലാണ് ഈ കൊച്ചുവീട്. 11 വർഷമായി നേട്ടങ്ങളുടെ ട്രാക്കിൽ തുഴയുന്ന താര ഈ ദേശീയ ഗെയിംസിൽ ഡബിൾസ് കള്ളിൽ 500 മീറ്ററിൽ സ്വർണവും 2000 മീറ്ററിൽ വെള്ളിയുമാണ് നേടിയത്. കോക്കലസ് 4-ൽ 2000 മീറ്ററിൽ സ്വർണമാണ് ചിപ്പിയുടെ നേട്ടം. 2007-ലെ ആസാം ഗെയിംസിലും 2011-ലെ ദേശീയ ഗെയിംസിലും സ്വർണ്ണ മെഡലുകളും 2 വെങ്കല മെഡലുകളും താര നേടിയിട്ടുണ്ട്. താരയുടെ മൂന്നാമത്തെ ദേശീയ ഗെയിംസാണിത്. ഇളയ സഹോദരി ചിപ്പി ആദ്യത്തെ ദേശീയ ഗെയിംസിലാണ് ഈ സുവർണ നേട്ടം കൊയ്തത്. സ്കൂൾ പഠനകാലത്ത് അത്ലറ്റിക്സിൽ മികവ് തെളിയിച്ച ഇരുവരും സായിയിൽ പ്രവേശനം ലഭിച്ചതോടെ തുഴച്ചിൽ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഗതാഗത യോഗ്യമായ റോഡ് പോലും ഇല്ലാത്ത മേലെ ചിന്നാറ്റിലെ കൊച്ചു വീട്ടിൽ നിന്നുമാണ് ശ്രദ്ധേയരായ തുഴച്ചിൽ താരങ്ങളായി ഇരുവരും മാറിയത്. ഇവരുടെ മൂത്ത സഹോദരി നീതു അടുത്ത നാളിലാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. 3 വർഷം മുമ്പ് പിതാവ് മരിച്ചതോടെ ഏറെ കഷ്ടപ്പെട്ടാണ് അമ്മ ഉഷയും വല്യമ്മ ക്ലാരയും കുടുംബം പുലർത്തുന്നത്. ചെറുതും വലുതുമായ മത്സരങ്ങളിൽ നിന്ന് ലഭിച്ച നൂറുകണക്കിന് മെഡലുകളും സമ്മാനങ്ങളും സൂക്ഷിക്കാൻ പറ്റിയ അലമാര പോലും ഈ വീട്ടിലില്ല. ദേശീയ ഗെയിംസിൽ സ്വർണം നേടിയതോടെ സർക്കാർ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും. താര ഡിഗ്രി പഠനം പൂർത്തിയാക്കി. ചിപ്പി ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. കായിക രംഗത്തേക്ക് പിച്ച് വെച്ച് നടത്തിയ ബദേൽ സെന്റ് ജേക്കബ്സ് സ്കൂളിലെ മാത്തുക്കുട്ടി, ഡൊമിനിക് എന്നീ അധ്യാപകരോടുള്ള ആദരവ് ഇരുവരുടെയും ഹൃദയത്തിലുണ്ട്. സായിയിലെ പരിശീലകനായ GS നായർ, മാത്യു ലൂക്കോസ്, PT പൗലോസ്, ബിനു കുര്യൻ എന്നിവരാണ് താരയ്ക്കും ചിപ്പിക്കും തുഴച്ചിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ വഴിയൊരുക്കിയത്. സാമ്പത്തിക പ്രതിസന്ധികളുമായി തുഴയുന്ന മാതാവിന് മക്കളുടെ ഈ നേട്ടം കായൽ പരപ്പോളം സന്തോഷമാണ് നൽകുന്നത്. തൊടുപുഴ ടൗൺ പള്ളി തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് മോനിപ്പള്ളി പതാക ഉയർത്തി. വൈകുന്നേരം 4-ന് ദിവ്യബലി, തുടർന്ന് ടൗൺ പ്രദക്ഷിണം നടക്കും. ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിന് വിശുദ്ധനെ ബഹുമാനിക്കാൻ ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.